ആശാവർക്കർമാരുടെ സമരം തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തയിൽ ഇങ്ങനെ സജീവമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളുടെയും തലക്കെട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. വാർത്തകൾ ഇങ്ങനെ പുറത്തു വരുന്നതല്ലാതെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, കഴിയാവുന്നിടത്തോളം ആശാ പ്രവർത്തകരെ, ആശമാരെ കളിയാക്കുകയാണ്, അവഹേളിക്കുകയാണ്. എന്തായാലും ആശ കൈവിട്ടതോടെ സമരം ശക്തമാക്കിയ ആശാവർക്കർമാർ സമരം ഏതാണ്ട് 41 ദിവസത്തിലേക്ക് കടക്കുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരവീര്യത്തിന് ഒട്ടും കുറവില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ 2 ചർച്ചകളും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാൻ ആശാവർക്കർമാർ തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് രശ്മി കാർത്തിക. രശ്മി, സമരത്തിന് ഒരു പരിഹാരം കാണാൻ എന്തായാലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇന്നലെ എം.പി. രാജേഷ് നിയമസഭയിൽ പറയുക വരെ ഉണ്ടായി. അവിടെ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളാണ് ആശമാർക്കുള്ളവർക്ക് ശാഠ്യമാണ്, വാശിയാണ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരെ അവഹേളിക്കുക അല്ലെങ്കിൽ തള്ളിപ്പറയുക എന്നതിനപ്പുറത്തേക്ക് ഒരു പരിഹാരമില്ല. മാത്രമല്ല, ആരോഗ്യമന്ത്രി ആശമാരെ കബളിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞു പറ്റിച്ച് ഡൽഹിയിലേക്കൊക്കെ പോയത്. എന്താണ് ആശമാർ ഇപ്പോഴത്തെ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് സമരപരിപാടികളെ മുന്നോട്ട് പോകുക? എന്തൊക്കെയാണ് ആശമാർ പങ്കുവെക്കുന്നത്? രശ്മി. ഉമേഷ്, ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാർ നടത്തിവരുന്ന സമരം അത് 41-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നിരാഹാര സമരമാണെങ്കിൽ ഇന്ന് 3-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. പറയാനുള്ളത്, ഇന്നലെ രാത്രി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ നിരാഹാര സമരം ഇരുന്ന ഒരാളുടെ നില കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷീജയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പകരം മറ്റൊരാളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്ന ഉഷയാണ് ഇപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്നത്. ഏതായാലും ഈ സമരവീര്യം ഒട്ടും കുറയുന്നില്ല. വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ആശമാർ അറിയിച്ചിരിക്കുന്നത്. 41 ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവർ ഈ വെയിലത്തും മഴയത്തും ഒക്കെ തങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ, അവരുടെ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ഇവരുടെ ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ സമരം ഇരിക്കുന്നത്. ഇതിൽ സർക്കാർ തീർത്തും ഇവരോട് അവഗണന കാട്ടുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇന്ന് നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിലൊരാളെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് മാറ്റിയല്ലേ, പുതിയ ആളുണ്ട്. ഈ സർക്കാരിൻ്റെ ഈ ഒരു സമീപനത്തോട് എന്താണ് പറയുന്നത്? സർക്കാർ സമീപനം മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യണം. ഡൽഹിയിലൊക്കെ പോയിട്ടും അത് കേന്ദ്ര ആരോഗ്യമന്ത്രി ഉൾപ്പെടെ കാണാതെ, അല്ലെങ്കിൽ ഏറ്റവും വളരെ വൈകിയാണ് അനുമതി തേടിയതൊക്കെ. അതൊക്കെ അവർ ഔദ്യോഗികമായിട്ടുള്ള കാര്യമല്ലേ. നമ്മുടെ കാര്യം ചർച്ച ചെയ്യണമെങ്കിൽ ഡൽഹി പോകണമെങ്കിൽ ഡൽഹി പോകണം, ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യണമെങ്കിൽ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യണം. ഔദ്യോഗികമായ വിഷയങ്ങളിൽ നമ്മൾ എന്ത് മറുപടി പറയാനും? ഇവരുടെ ആ ഒരു ആവശ്യകതയൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ 3 ദിവസമായി നിരാഹാര സമരം ഇരിക്കുന്ന ഒരു ആശാപ്രവർത്തകയാണത്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യനില വളരെ ക്ഷീണിതയായാണ് സംസാരിക്കുന്നത് ഉൾപ്പെടെ. നമുക്ക് ഇവിടെ കാണാം മറ്റൊരു ആശാപ്രവർത്തകയും ഇവിടെ നിരാഹാര സമരം ഇരിക്കുകയാണ്. ഏതായാലും സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കളവാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായിരുന്നു. നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി അനുമതി തേടി, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ഡൽഹിക്കൊക്കെ പോകുന്നത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യം. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളത് കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ അവർ തന്നെ തലേ ദിവസമാണ് അനുമതി തേടിയത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനൊന്നും ആയിരുന്നില്ല ലക്ഷ്യമിട്ടത്, ക്യൂബൻ സംഘത്തെ സന്ദർശിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്ന് സമരം നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ ഈ സമീപനത്തെക്കുറിച്ച് എന്താ പറയുന്നത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചാരിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലെ സാഹചര്യമൊക്കെ എങ്ങനെയാണ്? വീട്ടിലെ സാഹചര്യം മോശമാണ്. മോളുടെ ഒരു ചെറിയൊരു വരുമാനമേ ഉള്ളൂ. പിന്നെ എനിക്ക് കിട്ടുമ്പോഴേ ഇതുള്ളൂ. അത് കടങ്ങൾ വാങ്ങിച്ചിട്ട് അത് കടം കിട്ടും, അല്ലാതെ ഒരു മിച്ചമെന്ന് പറയില്ല. അവരുടെ വീട്ടിലെ സാഹചര്യമൊക്കെ വളരെ മോശമാണ്. ഈ ആശാപ്രവർത്തകരൊക്കെ വളരെ തുച്ഛമായ വേതനത്തിലാണ് വർഷങ്ങളോളം ജോലി ചെയ്യുന്നത്. ഈ ആശാപ്രവർത്തക ഉഷയുൾപ്പെടെ 18 വർഷമായി ഈ ആശാപ്രവർത്തക രംഗത്ത് ഉള്ള ഒരു പ്രവർത്തകയാണ്. ഏതായാലും അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. ന്യായമായ ശമ്പളം, അതായത് അവരുടെ ഓണറേറിയം ആണെങ്കിലും അവർക്ക് ന്യായമായ ചെയ്യുന്ന കൂലിയുടെ 16 മുതൽ 18 മണിക്കൂർ വരെ അവർ ജോലി ചെയ്യാറുണ്ട്. ആ ചെയ്യുന്ന ജോലിയുടെ ന്യായമായ കൂലിയാണ് ആവശ്യപ്പെടുന്നത്. ആരോഗ്യമന്ത്രി ആകട്ടെ പല കാര്യങ്ങൾ
മാറ്റി മാറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സർക്കാരാകട്ടെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉൾപ്പെടെ മന്ത്രിയുടെ മറുപടി ശാഠ്യമാണ് ആശാപ്രവർത്തകർക്ക് എന്നുള്ളതാണ്. മാത്രമല്ല ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് തന്നെ ആശാപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എത്ര രൂപ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളത്. അതായത് നിങ്ങൾക്ക് എത്ര രൂപ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമാണ് സർക്കാരിനോട് ചോദിച്ചത്. പക്ഷെ അതിന് നിങ്ങൾ ഇവിടെ സമരം ചെയ്യരുത്, ഇവിടെ നിന്നും പോകണം എന്നുള്ള ഒരു മറുപടി മാത്രമാണ് നൽകിയത്. അല്ലെങ്കിൽ ഒരു 2000 രൂപയോ 3000 രൂപയോ എങ്കിലും കൂട്ടിത്തരാം എന്നുള്ളൊരു വാക്ക് പോലും സർക്കാർ പറഞ്ഞില്ല എന്നുള്ളതാണ്. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രത്തോളം ധൂർത്ത് നടത്താനൊക്കെ സർക്കാരിന് പണമുള്ളപ്പോൾ ഇത്രത്തോളം ദിവസമായി, ഒരു 41 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ഒരു സമരം നടത്തുമ്പോൾ അതിനോട് തീർത്തും അവരെ അവഗണിക്കുക അല്ലെങ്കിൽ അവരെ പരിഹസിക്കുക, പല നേതാക്കൾ ഉൾപ്പെടെ വരിക, അവർ ശാഠ്യം പിടിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഇവരെ തീർത്തും അവഗണിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരി തടിയുരാനുള്ള ഒരു ശ്രമം തുടർച്ചയായി ആരോഗ്യമന്ത്രി നടത്തുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇവരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുന്നുണ്ട് എന്നുള്ളതും നേരത്തെ ജനം ടി വി തന്നെ അതിൻ്റെ രേഖകളടക്കം പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഈ ഒരു സമരം വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. അവരുടെ സമരവീര്യം ഒട്ടും കുറയുന്നില്ല. മരണം വരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യേണ്ടി വന്നാലും ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ, ഈ ആവശ്യങ്ങളിൽ ഒന്നിൽ പോലും അവർ പിന്നോട്ടില്ല എന്നുള്ളതാണ് വളരെ ശക്തമായി പറയുന്നത്.